ചില റെസിപ്പീസ് ഇങ്ങനെയാണ്, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇത് അമ്മാതിരി ഒരു കൊഞ്ച് റോസ്റ്റ് ആട്ടോ. എൻ്റെ ക്ലൈമാക്സിൽ ആ ചട്ടിയിൽ ഇത്തിരി ചോറിട്ടങ്ങോട്ട് കുഴച്ച് കഴിക്കണോ എൻ്റെ പൊന്നോ, രക്ഷയില്ല കേട്ടോ. ആദ്യം തന്നെ മസാലയ്ക്കായിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, നല്ല പുളിപ്പുള്ള പച്ചമാങ്ങ, കറിവേപ്പില, പെരിഞ്ചീരകം, കുരുമുളക്, നിറത്തിനും എരിവിനുമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, വെള്ളം ഒരു തുള്ളി പോലും ചേർക്കാണ്ട് നല്ല അരച്ചങ്ങോട്ട് മാറ്റി വെക്കണം. ഇനി നമ്മുടെ കൊഞ്ച് കഴുകി വൃത്തിയാക്കി അത് മാക്സിമം വെള്ളം നന്നായിട്ട് ഊർത്ത് കളഞ്ഞ് വെക്കണം കേട്ടോ. ഒരു വെള്ളം നമുക്കിതിനൊരു പണിയാണ്. ഇനി ഇതിലേക്ക് മസാല കൂട്ടി ചേർത്ത് നന്നായിട്ട് കൂടി തിരുമ്മി യോജിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് വരട്ടിയെടുക്കണം. അതിന് ഏറ്റവും നല്ലത് നല്ല അടിക്കാനുള്ള ഇരുമ്പ് ചട്ടിയാണ്. അതിലങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴുക്കി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് വാരിയിട്ട് നല്ലതുപോലെ നല്ല ഉയർന്ന തീയിൽ ഹൈ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ അങ്ങോട്ട് ഇളക്കി മറിക്കണം. ആദ്യം ഇതിൽ നിന്ന് നിറയെ വെള്ളം വന്നൊരു കറി പോലെ ഇരിക്കും. പക്ഷെ നമ്മൾ വളരെ ക്ഷമയോടെ ഇതിനെ ഒരു 10-20 മിനിറ്റ് ഒന്ന് ചൂടാക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു നന്നായിട്ട് കുറുകി തുടങ്ങുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറിയിട്ട് ഇതിനെ നല്ല ഡാർക്കായിട്ട് ഈ ഒരു കൂട്ടാക്കിയെടുക്കണം. ഫൈനൽ ടച്ചിന് അല്പം ഉലുവാപ്പൊടിയും കൂടെ തൂവി ഇറക്കി കഴിഞ്ഞാൽ അടിപൊളി ഐറ്റമാണ്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും കപ്പയ്ക്കും പുട്ടിനും എന്തിനും ഇതൊരു അൾട്ടിമേറ്റ് കോംബോ ആണ്. കൊഞ്ച് കൊതിയന്മാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.